നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതിലിപ്പോൾ ആരാണ് രക്ഷപ്പെട്ടത്? നാപ്പോളിയാണോ അതല്ല വിക്ടർ ഓസിംഹനാണോ? ഒരു പിടിയുമില്ല. എന്തായാലും താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ്. വിക്ടർ ഓസിംഹൻ നാപ്പോളിക്ക് വേണ്ടി കിടിലൻ പ്രകടനം നടത്തിയ ഒരു സമയമുണ്ട്. പക്ഷേ നാപ്പോളിയും ഓസിംഹനും തമ്മിലുള്ള ബന്ധം അങ്ങ് വഷളായി. അതിനുശേഷം താരം ക്ലബ്ബ് വിടും. അദ്ദേഹത്തിന് നാപ്പോളിക്ക് വേണ്ടി കളിക്കാൻ താല്പര്യമില്ല. നാപ്പോളിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെയും കളിപ്പിക്കാൻ താല്പര്യമില്ല. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെ നാപ്പോളിയും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വരുന്ന ഓഫറുകളൊന്നും അങ്ങ് ഓസിംഹൻ അംഗീകരിക്കുന്നില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് അടക്കം വമ്പൻ ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ സൗദിയിലേക്ക് പോകാൻ ഓസിംഹന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പല ഓഫറുകളും അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോ താൽക്കാലികമായിട്ട് അദ്ദേഹം നാപ്പോളി വിട്ടിരിക്കുകയാണ്. തുർക്കിയിലേക്കാണ് പോയിരിക്കുന്നത്. ഗാലറ്റസരായിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. എല്ലാ ഡോക്യുമെന്റ്സും കൈമാറിക്കഴിഞ്ഞു. ഡീല് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓസിംഹനെ ലോണിലാണ് കൈമാറുന്നത്. ഓസിംഹന്റെ റിലീസ് ക്ലോസ് 75 മില്യൺ യൂറോ ആയിരിക്കും. നാപ്പോളിക്ക് 2027 വരെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കൊണ്ടുപോകാനുള്ള അവസരവുമുണ്ട്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ലോണിലാണ് ഗാലറ്റസറായിലേക്ക് വിട്ടിരിക്കുന്നത്. 2025 ജൂൺ വരെയാണ് അവിടെ അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ സാലറിയുടെ 9-10 മില്യൺ യൂറോ വരുന്ന അദ്ദേഹത്തിന്റെ സാലറി അവർ കവർ ചെയ്യും, ഗാലറ്റസറായി കവർ ചെയ്യും. ഇതിൽ പക്ഷേ ഈ ഒരു ലോൺ ഡീലിലെ ബൈ ഓപ്ഷൻ ഇല്ല, അത്തരത്തിലുള്ള ഒരു ഒബ്ലിഗേഷനും ഇല്ല. സ്ട്രൈറ്റ് ലോൺ ഡീലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും താൽക്കാലികമായിട്ട് നാപ്പോളിയിൽ നിന്ന് അദ്ദേഹം ഗാലറ്റസറായിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ആ ട്രാൻസ്ഫർ സാഗ തൽക്കാലം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.